ഹലോ ഗൈസ്, അപ്പോൾ വെൽക്കം ടു ഹാപ്പി മദർ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നത്തെ റെസിപ്പി എന്ന് പറയുന്നത് അമ്മായിയമ്മ സ്പെഷ്യലാണ്. സ്പെഷ്യൽ റെസിപ്പി എന്ന് പറയുന്നത് നേന്ത്രപ്പഴം കൊണ്ടാണ്. അപ്പോൾ നേന്ത്രപ്പഴം വീട്ടിൽ ചിലവാകുന്നില്ലെങ്കിൽ ഈ ഒരു ഐറ്റം കൊണ്ട് ആരും കഴിക്കാത്ത കൂട്ടർ വരെ കഴിച്ചു പോകും എന്നൊന്നും ഞാൻ പറയുന്നില്ല. മധുരപ്രിയരാണെങ്കിൽ ഇത് കഴിക്കും. മധുരമൊന്നും അധികം ഇഷ്ടപ്പെടാത്ത കൂട്ടർക്ക് ഇത് ഇഷ്ടപ്പെടണമെന്നുമില്ല. അപ്പോൾ നമ്മളെ വീട്ടിലെല്ലാവർക്കും ഇത് ഇഷ്ടമാണ്. എല്ലാവരും മധുരപ്രിയരാണ്. അതുകൊണ്ട് നമ്മുടെ വീട്ടിൽ നേന്ത്രപ്പഴം ചിലവായിട്ടില്ലെങ്കിൽ പെട്ടെന്ന് പഴംപൊരിയേക്കാളും കൂടുതൽ ഉണ്ടാക്കുന്ന ഒരൈറ്റാണ് ഈ ഒരു സാധനം. അപ്പോൾ ഇതിൻ്റെ പേര് ഞാൻ പറയാം. ഇതിനെ നമ്മൾ പഴം പായസം എന്നും പറയും, അല്ലെങ്കിൽ പഴം വരട്ടിയതെന്നും പറയും. എളുപ്പത്തിൽ ഉണ്ടാക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ നമ്മൾ 2 നേന്ത്രപ്പഴമാണ് എടുത്തിട്ടുള്ളത്. അങ്ങനെ വട്ടത്തിലിങ്ങനെ മുറിച്ചെടുക്കുക. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നതൊന്നുമില്ല. തേങ്ങ, കുറച്ച് തേങ്ങ വേണം, പിന്നെ 2 ഗ്രാമ്പു വേണം, പിന്നെ കുറച്ച് വറുത്ത് പൊടിച്ച അരിപ്പൊടിയും, പിന്നെ കുറച്ച് ഏലക്കായ്പ്പൊടിയും. അപ്പോൾ അതെല്ലാം എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. അപ്പോൾ ആദ്യം നമ്മൾ എന്ത് ചെയ്യണം? ഗ്യാസ് ഓൺ ചെയ്യണം. ഗ്യാസ് ഓൺ ചെയ്തതിന് ശേഷം ഒരു പാത്രത്തിൽ നമ്മൾ ഏതിലാണോ ആക്കുന്നത് 3 ആണി വെല്ലാണ് ഇട്ടത്. നമ്മളിവിടെ 3 ആണി എന്നൊക്കെയാണ് പറയുക. 3 ആണി വെല്ലാണ് ഇട്ടത്. അപ്പോൾ ഈ വെല്ലം ഉരുക്കണം ഫസ്റ്റ്. അപ്പോൾ ഉരുക്കാൻ വേണ്ടിയിട്ട് നമ്മളിവിടെ കുറച്ച് വെള്ളം ഒഴിക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം ഒഴിച്ചതിന് ശേഷം ഇത് ഉരുക്കാൻ വെക്കുക. അപ്പോൾ ഇതങ്ങനെ ഉരുകുന്നുണ്ട്. അപ്പോൾ ഇത് ഉരുകിയതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക? ഇത് അരിക്കണം. ഇതിൽ കുറച്ച് ഈ വെല്ലത്തിൽ ചില കച്ചറകളെല്ലാം ഉണ്ടാവുമല്ലോ, അപ്പോൾ അതെല്ലാം നമ്മൾ കളയണമല്ലോ. അപ്പോൾ അതിന് വേണ്ടി നമ്മളിവിടെ വെല്ലം ഉരുക്കി അരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അരിച്ചതിന് ശേഷം നമുക്ക് ഈ മുറിച്ച് വെച്ച നേന്ത്രപ്പഴം ഇതിലേക്ക് ഇടണം. എല്ലാം മുറിച്ച് വെച്ച നേന്ത്രപ്പഴം മുഴുവൻ ഇതിലിട്ടിട്ട് പിന്നെ ഇത് ചൂടാക്കാൻ വെക്കണം. അപ്പോൾ ഈ നേന്ത്രപ്പഴം ഈ വെല്ലത്തിൽ കിടന്നിട്ട് വെന്ത് വരണമല്ലോ. അപ്പോൾ ഇത് ഇവിടെ നിന്ന് വേവിട്ട് ഏകദേശം വെന്ത് വന്നിട്ടുണ്ട്. വെന്ത് വന്നതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഇതിലേക്ക് കുറച്ച് വറുത്ത് പൊടിച്ച അരിപ്പൊടിയാണ് ഇതിലിടേണ്ടത്. വറുത്ത് പൊടിച്ച അരിപ്പൊടി 1 സ്പൂണോ ഇടുക, 1 സ്പൂണോ 1.5 സ്പൂൺ അങ്ങനെ ഇടുക. അതിനുശേഷം നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്തതിന് ശേഷം ഇതിൽ നമ്മൾ കുറച്ച് തേങ്ങ ചിരകിയിടുന്നുണ്ട്, അതുപോലെ 2 ഗ്രാമ്പു ഇടുന്നുണ്ട്, പിന്നെ കുറച്ച് ഏലക്കായ് പൊടിയും കൂടി ഇതിലേക്ക് ഇടുക. എന്നിട്ട് നല്ലോണം ഇത് മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൽ നെയ്യും കൂടി ഒഴിക്കണം ഗൈസ്. പക്ഷേങ്കിൽ നെയ്യ് ഒഴിക്കുന്ന സമയത്ത് എന്നോട് വീഡിയോ എടുക്കാൻ മറന്നുപോയി. അപ്പോൾ നെയ്യും കൂടി ആഡ് ചെയ്യേണ്ടതാണ്. അപ്പോൾ നെയ്യും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിപ്പോൾ ഇങ്ങനെ കൊഴുത്ത് വന്നല്ലോ. അതിനുശേഷം നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇത്രയേ ഉള്ളൂ. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. നമ്മൾ എച്ചൂട്ടൻ ഇതെല്ലാം ഇഷ്ടമാണ്. അതുകൊണ്ട് അവൻ കഴിക്കുന്നതിന് മുന്നേ സൂപ്പർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കുക. അപ്പോൾ എല്ലാവരും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. താങ്ക് യു.